ഒരു രഹസ്യം വർഷങ്ങൾ കഴിഞ്ഞിട്ടും മറഞ്ഞു കിടക്കുന്നൊരു സത്യം. ആ സത്യത്തെ കാക്കാൻ ഏതറ്റം വരെയും പോകാൻ തയ്യാറായ ഒരു മനുഷ്യൻ. ഇതാണ് ദൃശ്യത്തിൻ്റെ കഥ. പക്ഷേ ദൃശ്യം എന്ന സിനിമയെ പ്രത്യേകമാക്കുന്നത് അതിൻ്റെ ട്വിസ്റ്റുകളല്ല, മറിച്ച് അത് നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ഒരാൾ എത്ര ദൂരം പോകും? നിയമവും നീതിയും എല്ലായ്പ്പോഴും ഒരുപോലെയാണോ? ഭൂതകാലത്തിൽ നിന്ന് ഒരിക്കലും പൂർണ്ണമായി രക്ഷപ്പെടാൻ കഴിയുമോ? നമസ്കാരം, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് TBSD ടോക്സ്. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ദൃശ്യം 3യെക്കുറിച്ചാണ്. ഈ സിനിമയുടെ കഥയെക്കുറിച്ചും കഥാപാത്രങ്ങളെക്കുറിച്ചും സിനിമ നമ്മളിലേക്ക് എത്തിക്കുന്ന ആശയത്തെക്കുറിച്ചും. അപ്പോൾ സമയം കളയാതെ വീഡിയോയിലേക്ക് കടക്കാം. മലയാള സിനിമയിൽ ഒരു സിനിമ മാത്രമല്ല, ഒരു ഫിനോമിനനായി മാറിയ ഫ്രാഞ്ചൈസിയാണ് ദൃശ്യം. സാധാരണയായി ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ കുറച്ച് ദിവസം നമ്മൾ അതിനെക്കുറിച്ച് സംസാരിക്കും, പിന്നെ അടുത്ത സിനിമയിലേക്ക് പോകും. പക്ഷേ ദൃശ്യം അങ്ങനെയല്ല. 2013 തുടങ്ങിയൊരു കഥ ഇന്നും ആളുകൾ ചർച്ച ചെയ്യുന്നു. ജോർജ് കുട്ടി ശരിയാണോ? തെറ്റാണോ? നിയമമാണോ വലുത്? കുടുംബമാണോ വലുത്? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ഇന്നും ആളുകൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ ദൃശ്യം സിനിമയെക്കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. ആദ്യം കഥയെക്കുറിച്ച് പറയാം. ദൃശ്യം 1 നമ്മൾ കണ്ടത് ഒരു സാധാരണ മനുഷ്യൻ്റെ ജീവിതം പെട്ടെന്ന് മാറി മറിയുന്നതാണ്. ഒരു അപ്രതീക്ഷിത സംഭവം, കുടുംബത്തെ രക്ഷിക്കാനുള്ള ഒരു തീരുമാനം, അതിനുശേഷം നടന്ന സംഭവങ്ങൾ. പിന്നെ ദൃശ്യം 2 വന്നു. ആദ്യ സിനിമ അവസാനിച്ചിട്ടും കഥ അവസാനിച്ചിട്ടില്ലെന്ന് അവിടെ നമ്മൾ മനസ്സിലാക്കി. ജോർജ് കുട്ടി പുറമേ ശാന്തനായി ജീവിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ ഇപ്പോഴും പഴയ സംഭവങ്ങളുടെ ഭാരം വഹിക്കുന്നുണ്ട്. ഇപ്പോൾ ദൃശ്യം 3 ആ കഥയുടെ അടുത്ത ഭാഗമാണ്. എനിക്ക് വ്യക്തിപരമായി ദൃശ്യം 3യേക്കാൾ ദൃശ്യം 1ഉം 2ഉമാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഈ സിനിമ വെറുതെ പഴയ വിജയത്തെ ആശ്രയിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നില്ല. പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു, പുതിയ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുന്നു. അതുകൊണ്ട് തന്നെ കഥയ്ക്ക് ഒരു പുതുമ അനുഭവപ്പെടുന്നു. ദൃശ്യം 3 സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ചു നേരം ആലോചിച്ചിരുന്നു. കാരണം കഥയിലെ ചില കാര്യങ്ങൾ സിനിമ തീർന്നിട്ടും മനസ്സിൽ നിന്ന് പോകുന്നില്ല. എനിക്ക് തോന്നുന്നത് അതാണ് ദൃശ്യം സീരീസിൻ്റെ ഏറ്റവും വലിയ ശക്തി. സിനിമ കാണുമ്പോൾ മാത്രമല്ല, കണ്ടു കഴിഞ്ഞ ശേഷവും നമ്മളത് പിന്തുടരുന്നു. പല രംഗങ്ങളും പിന്നെയും നമുക്ക് ഓർമ്മ വരും. പല സംഭവങ്ങൾ വീണ്ടും മനസ്സിൽ വരും. അതാണ് ഒരു നല്ല ത്രില്ലറിൻ്റെ വിജയം. ജോർജ് കുട്ടി എന്ന കഥാപാത്രത്തെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, സത്യത്തിൽ ജോർജ് കുട്ടി എന്ന കഥാപാത്രം വളരെ വ്യത്യസ്തമാണ്. കാരണം അദ്ദേഹം ഒരു പോലീസ് ഓഫീസർ അല്ല, ഡിറ്റക്റ്റീവ് അല്ല, സൂപ്പർ ഹീറോയും അല്ല. നമ്മളെപ്പോലെ ഒരു സാധാരണ മനുഷ്യൻ. പക്ഷേ ഒരു പ്രശ്നം വന്നാൽ മറ്റുള്ളവർ ചിന്തിക്കാത്ത രീതിയിൽ അദ്ദേഹം ചിന്തിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ ശക്തി. ഈ സിനിമയിലും അത് നമുക്ക് കാണാം. പക്ഷേ ബുദ്ധിശക്തി മാത്രമല്ല, ഒരു അച്ഛൻ്റെ ഭയവും വിഷമവും ഉത്തരവാദിത്വവും കൂടിയാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് ഈ കഥാപാത്രം ആളുകൾക്ക് ഇഷ്ടമാകുന്നത്. മോഹൻലാലിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ സ്വാഭാവികതയാണ്. വലിയ ഡയലോഗുകൾ പറയാതെ തന്നെ പല വികാരങ്ങളും അദ്ദേഹം പ്രകടിപ്പിക്കുന്നു. ഒരു നോട്ടം, ഒരു ചെറു പുഞ്ചിരി, ഒരു നിമിഷത്തെ നിശബ്ദത, അതൊക്കെ മതി. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ അനുഭവം കാണുന്നത്. ജോർജ് കുട്ടിയെ ഇന്നും വിശ്വസനീയമാക്കുന്നത് മോഹൻലാലിൻ്റെ പ്രകടനമാണ്. സിനിമയുടെ തിരക്കഥയെക്കുറിച്ച് ജോർജ് കുട്ടിയെ ഇന്നും സിനിമകളുടെ വിശ്വസനീയമാക്കുന്നത് മോഹൻലാലിൻ്റെ പ്രദർശനമാണെന്ന് ഞാൻ ഉറപ്പിച്ചു വിശ്വസിക്കുന്നു. കാരണം ഇവിടെ ഒന്നും വെറുതെ കാണിക്കുന്നില്ല. ഒരു ചെറിയ സംഭവം, ഒരു ചെറിയ സംഭാഷണം, ഒരു ചെറിയ വസ്തു, പിന്നീട് അതിന് വലിയ പ്രാധാന്യം വരാം. അതുകൊണ്ട് ദൃശ്യം കാണുമ്പോൾ ഫോൺ നോക്കാൻ പോലും പേടിയാണ്. കാരണം ഒരു ചെറിയ കാര്യം മിസ് ചെയ്താൽ പിന്നീട് കണക്ഷൻ കിട്ടാതെ പോകും. അതൊരു പ്രത്യേക അനുഭവമാണ്. സംവിധാനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ജിത്തു ജോസഫിനെ കുറിച്ച് പ്രത്യേകം പറയണം. സസ്പെൻസ് സൃഷ്ടിക്കുക എന്നത് എളുപ്പമല്ല, പക്ഷേ അദ്ദേഹം അത് വളരെ സ്വാഭാവികമായി ചെയ്യുന്നു. പ്രേക്ഷകരെ ബഹുമാനിക്കുന്ന സംവിധായകനാണ് അദ്ദേഹം. എല്ലാം വിശദീകരിച്ച് കൊടുക്കുന്നില്ല. ചില കാര്യങ്ങൾ നമ്മൾ തന്നെ മനസ്സിലാക്കണമെന്ന് പ്രതീക്ഷിക്കുന്നു. അതാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ ശക്തി. ഇനി ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കുടുംബം എന്ന ഘടകം. ഒരു കാര്യം നമ്മൾ പലപ്പോഴും മറക്കാറുണ്ട്. ദൃശ്യം ഒരു ക്രൈം ത്രില്ലർ മാത്രമല്ല, ഇതൊരു കുടുംബ കഥ കൂടിയാണ്. ജോർജ് കുട്ടി ചെയ്യുന്ന ഓരോ കാര്യത്തിൻ്റെയും പിന്നിൽ ഒരു കുടുംബമുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, അവരെ സംരക്ഷിക്കാനുള്ള ശ്രമമുണ്ട്. ആ വികാരം ഇല്ലായിരുന്നുവെങ്കിൽ ഈ സിനിമ ഇത്രയും ആളുകളെ സ്പർശിക്കില്ലായിരുന്നു. സിനിമയുടെ സംഗീതവും ക്യാമറയും വളരെ നിയന്ത്രിതമാണ്. അനാവശ്യമായ ആഘോഷങ്ങളൊന്നുമില്ല. കഥയെ സഹായിക്കുന്ന രീതിയിലാണ് എല്ലാം. അതുകൊണ്ട് പ്രേക്ഷകൻ്റെ ശ്രദ്ധ കഥയിൽ തന്നെ നിൽക്കുന്നു. ഒരു ത്രില്ലറിന് അതാണ് വേണ്ടതും. ദൃശ്യം 3 പ്രതീക്ഷകൾക്ക് ഒത്തുയർന്നോ എന്ന ഒരു ചോദ്യമുണ്ട്.
ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ചോദ്യം തന്നെയാണത്. ദൃശ്യം 3 പ്രതീക്ഷകൾക്കൊത്തുയർന്നോ? സത്യത്തിൽ ഇത് ഓരോ പ്രേക്ഷകനും വ്യത്യസ്തമായിരിക്കും. കാരണം ദൃശ്യം 1, ദൃശ്യം 2 എന്നിവ വളരെ ഉയർന്ന നിലവാരം സ്ഥാപിച്ചിട്ടുണ്ട്. ദൃശ്യം 3 ഞാൻ കണ്ടതുമാണ്. എനിക്ക് ദൃശ്യം 1, 2ൻ്റെ പോലെ അത്ര ദൃശ്യം 3 അത്ര എത്തിയില്ല എന്ന് എനിക്ക് വ്യക്തിപരമായി എനിക്കങ്ങനെ തോന്നി. പലർക്കും പല അഭിപ്രായങ്ങൾ ഉണ്ടാകാം. എല്ലാവരുടെയും അഭിപ്രായം വ്യത്യാസമുള്ളതായിരിക്കും. എനിക്ക് തോന്നിയത് ദൃശ്യം എന്ന സിനിമയുടെ യഥാർത്ഥ ശക്തി ട്വിസ്റ്റുകളല്ല, മറിച്ച് അത് ഉയർത്തുന്ന ചോദ്യങ്ങളാണ്. ഒരു കുടുംബത്തെ രക്ഷിക്കാൻ ഒരാൾ എത്ര ദൂരം പോകും? നിയമവും നീതിയും എല്ലായ്പ്പോഴും ഒരുപോലെയാണോ? ഭൂതകാലത്തിൽ നിന്ന് പൂർണ്ണമായും രക്ഷപ്പെടാൻ അദ്ദേഹത്തിന് കഴിയുമോ? ഈ ചോദ്യങ്ങൾ സിനിമ കഴിഞ്ഞിട്ട് നമ്മളെ ചിന്തിപ്പിക്കുന്നു. അതാണ് ദൃശ്യം സീരീസിനെ പ്രത്യേകമാക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു ദൃശ്യം എന്ന സിനിമകളെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായങ്ങൾ. നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ, ദൃശ്യം 3 നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിൽ അറിയിക്കൂ. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം ഏതാണ് ദൃശ്യം സിനിമയുടെ? 1 ആണോ 2 ആണോ 3 ആണോ? വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.